തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു 2 ചാനൽ ആംപ്ലിഫയർ ചെയ്യുമ്പോൾ അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള ഒരു 2 ചാനൽ, അതായത് 200 വാട്ട്സ് RMS അല്ലെങ്കിൽ ഒരു 150 വാട്ട്സ് RMS പവർ തരുന്ന ഒരു ആംപ്ലിഫയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട് അതിൻ്റെ റേറ്റ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഒരു അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ളൊരു ആംപ്ലിഫയർ ബോർഡാണ്. ഇതിൽ നമുക്ക് ഉപയോഗിക്കുന്നത് 52001943 ടോഷിബയുടെ 52001943 കോമ്പിനേഷൻ വെച്ചിട്ടുള്ള ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡാണ്. ഇതിന് പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 740 രൂപയാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ചിട്ടുള്ളൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആംപിൻ്റെ ബോർഡ് വിത്തൗട്ട് പവർ സപ്ലൈ സെക്ഷനാണ്, അതായത് DC ആണ് ഇതിനൊക്കെ ഇൻപുട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ട്രാൻസ്ഫോമർ കൊടുക്കുമ്പം നമുക്ക് DC ആക്കിയിട്ട് കൊടുക്കണം. പവർ സപ്ലൈ സെക്ഷൻ വേറെ ഉണ്ട്, അതിന് റേറ്റ് പ്രത്യേകം വേറെ ആകും. വിത്തൗട്ട് പവർ സപ്ലൈ സെക്ഷൻ ആംപിൻ്റെ ബോർഡിൻ്റെ വരുന്ന റേറ്റ് എന്ന് പറയുന്നതാണ് 740 രൂപ. അപ്പോൾ നമുക്ക് 740 കൂട്ടാം. 740 കൂട്ടി. അപ്പോൾ നമുക്ക് ആംപിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഈ ആംപിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ആംപ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് പവർ സപ്ലൈ ആവശ്യമുണ്ട്. പവർ സപ്ലൈക്ക് നമുക്ക് പ്രത്യേകം PCB വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് ഇടാനുള്ള കപ്പാസിറ്ററും അതുപോലെ തന്നെ അതിൻ്റെ ഡയോഡും വരുന്നുണ്ട്. 6 ആംപിയർ ഡയോഡാണ്, 4 എണ്ണമാണ് വരുന്നത്. ഈ ഒരു PCBക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ്. അപ്പോൾ നമുക്ക് 50 കൂട്ടി. അതിൻ്റെ കൂടെ നമുക്ക് 2 കപ്പാസിറ്റർ നമുക്ക് ആവശ്യമാണ്. ഇതിൻ്റെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കപ്പാസിറ്റർ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ ഒരെണ്ണത്തിന് നമുക്ക് വരുന്നത് 110 രൂപ വില വരുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി നമുക്കൊരു 220 രൂപ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡയോഡിന് നമുക്ക് വരുന്നത് 4 രൂപയാണ്. അപ്പോൾ 16 രൂപ നമുക്ക് ഡയോഡിന് വരുന്നുണ്ട്. അപ്പം എല്ലാം കൂടി ഒരു 270 അല്ലെങ്കിൽ 250 രൂപയും കൂടി നമ്മൾ എക്സ്ട്രാ ഈ ഒരു പവർ സപ്ലൈയുടെ സെക്ഷനും കൂടി നമുക്ക് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത്രയും ആംപ്ലിഫയറിൻ്റെ സെക്ഷനിലപ്പോൾ അത്രയും കൂടി വരുന്നത്, അതായത് ഏകദേശം 900 സംതിങ് രൂപ നമുക്ക് ആംപിൻ്റെ സെക്ഷനിൽ തന്നെ ആകുന്നുണ്ട്. പിന്നെ ഇത് ഡ്രൈവ് ചെയ്യാനായിട്ട് നമുക്ക് ട്രാൻസ്ഫോമർ ആവശ്യമാണ്. ട്രാൻസ്ഫോമർ നമുക്ക് പല വിലയ്ക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയിലുള്ള ട്രാൻസ്ഫോമറിൻ്റെ റേറ്റ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന റേറ്റൊന്നും എല്ലാ ഷോപ്പിലും സെയിം ആവണമെന്നില്ല. അപ്പോൾ അത് പ്രതീക്ഷിച്ച് പോകരുത്. 100 150 കൂടിയോ കുറഞ്ഞോ ആയിരിക്കാം നമുക്ക് വരുന്നത്. പ്ലസ് ഓർ മൈനസ് ആയിരിക്കും. പ്ലസ് ഓർ മൈനസ് 100 അല്ലെങ്കിൽ 150 നമുക്ക് റുപ്പീസ് വരും. അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ വാങ്ങിയ റേറ്റാണ്. ഒരിക്കലും ആ ഒരു റേറ്റ് പ്രതീക്ഷിച്ച് ഷോപ്പിൽ ചെല്ലരുത്. പല ഷോപ്പിലും പല സ്ഥലങ്ങളിലും ഡിപ്പെൻസ്, നമ്മൾ ലൊക്കാലിറ്റി അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. കൊല്ലത്തെ റേറ്റ് അല്ല എറണാകുളത്തെ റേറ്റ് അല്ല ട്രിവാൻഡ്രത്ത്. ഓക്കെ, ഇനി ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമറിൽ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 850 ഓക്കെ 850 രൂപയുടെ ട്രാൻസ്ഫോമറാണ്. 27027 5 ആംപിയർ. ഇത് 5 ആംപിയർ ട്രാൻസ്ഫോമറാണ്. നമുക്കിതിന് തന്നെ 8 ആംപിയർ വരുന്നുണ്ട്. 8 ആംപിയർ നല്ല ക്വാളിറ്റിയിൽ നല്ല വൈൻഡിങ് വരുമ്പോൾ നമുക്ക് 1500 രൂപയോളം വരും. അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് ടൈപ്പ് ട്രാൻസ്ഫോമർ ഇടണം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ബഡ്ജറ്റ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമർ തന്നെ ധാരാളമാണ്. ഇത് കൊടുത്ത് നമ്മൾ ആംപ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യും. നല്ല ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഈ ഒരു ട്രാൻസ്ഫോമർ തന്നെ നമുക്ക് ഒരു ഹോം യൂസിനൊക്കെ ധാരാളമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 850 നമുക്ക് കൂട്ടാം. 850 രൂപ നമുക്ക് ഇതിലേക്ക് ആയിട്ടുണ്ട് ട്രാൻസ്ഫോമറിന്. അപ്പോൾ ആമ്പും അതിൻ്റെ പവർ സപ്ലൈ സെക്ഷനും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ട്യൂണിംഗ് ആണ് വേണ്ടത്. ട്യൂണിങ്ങിന് വേണ്ടി നമ്മൾ ടോൺ കൺട്രോൾ ബോർഡ് ഉപയോഗിക്കണം. അപ്പോൾ അതിനൊരു നല്ലൊരു ടോൺ കൺട്രോൾ ബോർഡാണ് 3-വേ, അതായത് യൂണിവേഴ്സൽ 3-വേ ടോൺ കൺട്രോൾ. 3-വേ എന്ന് പറയുന്ന കാരണം അതിനകത്ത് മിഡും കൂടി കൺട്രോൾ ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ സ്ഥിരം നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, സ്ഥിരം യൂസ് ചെയ്യുന്ന ബോർഡാണ്. നല്ല അടിപൊളി ഒരു ബോർഡാണ് യൂണിവേഴ്സലിൻ്റെ 3-വേ ടോൺ കൺട്രോൾ ബോർഡ്. അപ്പോൾ ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 280 രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിനകത്ത് കൂട്ടാം. അപ്പോൾ 280 രൂപ ഈ ഒരു ടോൺ കൺട്രോൾ ബോർഡിന് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ടോൺ കൺട്രോൾ ബോർഡ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡുവൽ പവർ സപ്ലൈ ആണ് വേണ്ടത്. 15 വോൾട്ട് DC ഡുവൽ പവർ സപ്ലൈയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീണ്ടും ഒരു പവർ സപ്ലൈ സെക്ഷൻ നമ്മൾ ആംപിന് ചെയ്ത പോലെ തന്നെ ഒരു റെക്ടിഫയർ സെക്ഷൻ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ റെക്ടിഫയർ സെക്ഷൻ്റെ PCB നമുക്ക് നോക്കാം. ഇതിൽ മിസ്സിംഗ് ആണ്. അപ്പോൾ PCB ആഡ് ചെയ്യാം. ഇതിൽ നമുക്ക് ഇതാണ് PCB. ഈ ഒരു PCBയുടെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 രൂപയാണ് ഈ ഒരു PCBയുടെ റേറ്റ്. ഇതിലേക്ക് നമ്മൾ AC കൊടുക്കുന്ന സമയത്ത് DC ആയിട്ട് മാറും. 12 AC കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് DC ഏകദേശം 14 നമുക്ക് കിട്ടും. അപ്പോൾ 14 പ്ലസ് 14 മൈനസ് 14 DC നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അത് തന്നെ ധാരാളമാണ് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാനായിട്ട്. 18 കൊടുത്താലും വർക്ക് ചെയ്യും. റെസിസ്റ്റർ വഴി കയറി റെക്ടിഫൈ ചെയ്ത് പോകും. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അത് താങ്ങിക്കോളും. അപ്പോൾ ഈ ഒരു PCB എന്തായാലും നമുക്ക് വേണം. അപ്പോൾ ഇതിനൊരു 18 രൂപ നമുക്ക് 18 രൂപ വരുന്നുണ്ട്. അതുകൂടി നമുക്ക് ഇതിനകത്തേക്ക് കൂട്ടാം. 18. പിന്നെ നമുക്ക് 2 കപ്പാസിറ്റർ വരുന്നുണ്ട്. ഈ ഒരു കപ്പാസിറ്ററിന് 15 രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത്.
2 കപ്പാസിറ്റർ ആകുമ്പോൾ നമുക്ക് 30 രൂപ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു PCBയിൽ വെക്കാനുള്ളതാണ് 2 കപ്പാസിറ്റർ. 4 ഡയോഡ് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് 4 ഡയോഡ് ആഡ് ചെയ്യാൻ നമ്മൾ ഇത് നമ്മൾ ചെയ്യാൻ വെച്ചിരിക്കുന്ന ആമ്പിൻ്റെ കോമ്പണൻസ് ആണ്, നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് എടുത്തു, അതുകൊണ്ടാണ് ഇതിലേക്ക് വീണ്ടും ആഡ് ചെയ്യുന്നത്. 4 ഡയോഡ് നന്നാൽ 16 ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ടോൺ കൺട്രോൾ ബോർഡിൻ്റെ പവർ സപ്ലൈ സെക്ഷൻ കൂടിയായി. അപ്പോൾ നമ്മൾ ഓരോ ആമ്പ് ചെയ്യുമ്പോഴും ചെറിയ ചെറിയ കോമ്പണൻസ് ആണെന്ന് പറഞ്ഞ് നമുക്ക് കളയാൻ പറ്റില്ല. ഇതിന് 15 ആണ്, അപ്പോൾ 2 എണ്ണം ആയപ്പോൾ 30 രൂപയായി. ഇതിൻ്റെ ഒരു പവർ സപ്ലൈ സെക്ഷൻ എല്ലാം കൂടി കൂട്ടുമ്പോൾ തന്നെ 60 രൂപയായി. നമുക്ക് 1 രൂപ പോലും നമുക്ക് കൂട്ടാതിരിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം ആമ്പിൻ്റെ കോമ്പണൻസ് ആണ്, അത് കൂട്ടിയാലേ പറ്റൂ, ഇതിനകത്ത് വരുന്നതാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ കൂളിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു കൂളിംഗ് ഫാൻ ഉപയോഗിക്കണം. അതിന് നമുക്ക് കൂളിംഗ് ഫാനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എക്സോസ്റ്റ് ഫാനായിട്ട്. നമ്മളിത് എങ്ങനെ വെക്കുന്നതിന് ബേസ് ചെയ്തിരിക്കും. ഒന്നുകിൽ കൂളിങ്ങിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹീറ്റ് പുറത്തേക്ക് തള്ളാനായിട്ട് എക്സോസ്റ്റ് ഫാനായിട്ട് ഉപയോഗിക്കാം. ഇതിനൊരു 70 രൂപയാണ് നമുക്ക് വരുന്നത്. ഇതെല്ലാം അത്യാവശ്യം കുറഞ്ഞ റേറ്റാണ്, നമുക്ക് പല റേറ്റിലുള്ളത് കിട്ടുന്നുണ്ട്. പിന്നെ ട്രാൻസ്ഫോമറിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് നമുക്ക് AC കോഡ് വേണം. നമ്മൾ ചെയ്യുന്ന ആമ്പുകളിലെല്ലാം നമ്മൾ 3 പിൻ ഇട്ടാണ് കൊടുക്കുന്നത്. അത്യാവശ്യം ഗേജുള്ള നല്ല ക്വാളിറ്റിയുള്ള പിന്നാണ്. ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇത് നമ്മൾ നമുക്ക് ഒരു 5 ആമ്പ് ഒരുമിച്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനുവേണ്ടി വാങ്ങിച്ചാണ്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 80 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. 3 പിൻ AC കോഡ്. ഓക്കെ, ഇനി നിങ്ങൾ സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ഉപയോഗിക്കും. പല റേറ്റ് വരുന്നുണ്ട്. ഇത് ഫെൻഡ ഇലക്ട്രോണിക്സിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അവരുടെ സ്വന്തം PCB ആണ്, സ്വന്തം ബോർഡ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആക്ച്വലി 2.1 ആണ്. 2.1ൻ്റെ ഒരു റിലേ എടുത്ത് കളഞ്ഞാൽ നമുക്ക് 2 ചാനലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് 160 രൂപയാണ് വരുന്നത്. നമുക്ക് നേരത്തെയൊക്കെ ചെയ്തത് 250 രൂപയുടെ ആയിരുന്നു. ഇതിന് 160 രൂപ ആണ് വരുന്നത്. ഇതിന് 160 ആണ്. വേറെ പല റേറ്റിലുള്ള പല കമ്പനികളുടെ ഉണ്ട്. 250ൻ്റെ ഉണ്ട്. നമ്മൾ 250ൻ്റെ ആയിരുന്നു ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തത് 160ൻ്റെ ആണ്. പല റേറ്റുണ്ട്, പല ഷോപ്പിലും പല റേറ്റാണ്. അപ്പോൾ 160 നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ചെറിയ ചെറിയ സാധനങ്ങളാണ്. അപ്പം ഇത് നമുക്ക് ആഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഫാൻ വെച്ചാൽ ഫാനിൻ്റെ ഗ്രില്ലുണ്ട്. ഫാനിൻ്റെ ഗ്രില്ലിന് റേറ്റ് ഉണ്ട് 15 രൂപ. ഓക്കെ, ആഡ് ചെയ്തു. ഇനി നമ്മൾ 2 ചാനലായതുകൊണ്ട് നമുക്കൊരു സ്പീക്കർ സോക്കറ്റ് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 15 രൂപ സ്പീക്കർ സോക്കറ്റ്. പിന്നെ ഇതെല്ലാം ടോൺ കൺട്രോൾ ബോർഡുകളാണ്, വോളിയം കൺട്രോളുകളാണ്. നമ്മുടെ ടോൺ കൺട്രോളിലേക്ക് വെക്കാനായിട്ടുള്ള 4 ഡുവൽ വോളിയം കൺട്രോൾ. പൂർണ്ണം ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൂടി ആഡ് ചെയ്യാം. അതായത് ഞാൻ ബേസ്, ട്രിബിള്, മിഡ്, മാസ്റ്റർ വോളിയം, ബാലൻസ്, അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇത്രയും വരുന്നുണ്ട്. അപ്പം ഈ ഒരു വോളിയം കൺട്രോളിൽ നമുക്ക് ക്വാളിറ്റി ഉള്ളതിന് 35, അത്യാവശ്യം ക്വാളിറ്റി കുറവെന്നുള്ളതല്ല, പല റേറ്റിൽ വരുന്നുണ്ട്. ചില ഷോപ്പിൽ 35 ആണ്, ചില ഷോപ്പിൽ 16 ആണ്. അപ്പോൾ 35 വെച്ചിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ അത് കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പവർ സ്വിച്ച്, ഇതിനെ നമ്മൾ അഹൂജ റോക്കേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ റേറ്റ് ഒന്ന് നോക്കണം, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഒരു സെക്കൻഡ്. അപ്പോൾ ഈ ഒരു സ്വിച്ചിന് വരുന്നത് 30 രൂപയാണ്. അഹൂജ റോക്കേഴ്സ് എന്നാണ് വിളിക്കുന്ന നെയിമിലാണ്. ഇത് അഹൂജയുടെ സെറ്റുകളിലൊക്കെ കണ്ടുവരുന്ന പവർ സ്വിച്ചാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള, നമുക്ക് ഫേസ് ന്യൂട്രൽ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൺട്രോൾ ചെയ്യാം. പിന്നെ നമുക്ക് ആമ്പ് ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യം നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നത് ഡെക്ക് കിറ്റ് ഇല്ലാതെ നമുക്ക് ഇതിനകത്ത് നമുക്ക് സ്ക്രൂ, നട്ട് ബോൾട്ട്, ബുഷ്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ഇതിന് റേറ്റ് വരുന്നത് 40 രൂപയാണ്. അപ്പോൾ നമ്മൾ പവർ സ്വിച്ചും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന കാസറ്റ് ഡെക്കാണ്, കാസറ്റ് ഡെക്കിൻ്റെ കവറാണ്. അപ്പോൾ നമുക്കത് കൂട്ടണ്ട. പിന്നെ നമ്മൾ VU മീറ്റർ വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിലയാണ് നമ്മൾ കൂട്ടുന്നത്. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഡിപ്പെൻസാണ് നമ്മൾ ചെയ്യുന്നവരുടെ. ഒന്നുകിൽ ലോക്കലായിട്ട് നമുക്ക് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ അസംബ്ലി ടൈപ്പ് വരുന്നത് വെച്ച് ചെയ്യാം. അപ്പോൾ ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 400 രൂപയാണ്. 400 രൂപ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി സാധനമാണ്. ഇത് നമുക്ക് കുറച്ച് മോഡൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മളതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ചാനലിൽ. 6 പിൻ RC സോക്കറ്റിന് ഏകദേശം 30 രൂപ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് 30 രൂപ ഒന്ന് കൂട്ടാം. ഞാൻ തെറ്റിപ്പോയി. ഓക്കെ, 30 രൂപ നമുക്ക് അതിനകത്തേക്ക് കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്യൂസ് കിറ്റും വരുന്നുണ്ട്. അത് എല്ലാ കടകളിലും 10 രൂപ വെച്ചേ വാങ്ങിക്കത്തുള്ളൂ. ഇത് 5 ആമ്പിയർ ആയതുകൊണ്ട് 5 ആമ്പിയറിൻ്റെ ഫ്യൂസ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടി. ഡയോഡ് നമ്മൾ കൂട്ടിയിട്ടുള്ളതായിരുന്നു. പിന്നെ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സെലക്ടർ സ്വിച്ചാണ്. അപ്പോൾ നമ്മളിതിനകത്തേക്ക് USB മോഡ്യൂൾ ആഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് പറയാം. അപ്പോൾ അത് സെലക്ട് ചെയ്യാനായിട്ട് റോട്ടറി സെലക്ടർ സ്വിച്ചാണ്. ഇത് ഇമ്പോർട്ടഡ് ടൈപ്പാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 രൂപയാണ്. നമ്മുടെ ഇന്ത്യൻ മെയ്ഡ്, അങ്ങനെയല്ല, ഇന്ത്യൻ മെയ്ഡ് വരുന്നുണ്ട്. വെളിയിൽ നിന്നുള്ള പ്രോഡക്റ്റും വരുന്നുണ്ട്. വെളിയിൽ നിന്നുള്ള പ്രോഡക്റ്റിൽ നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളിത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു തിരിക്കുന്ന സൗണ്ട് ടക്കെന്ന് നമുക്ക് എൽക്കോണിൻ്റെ ആണെന്ന് തോന്നുന്നു, സൗണ്ട് ഇച്ചിരി കൂടുതലാണ്. വർക്കിംഗ് ഓക്കെയാണ്, പക്ഷേ സൗണ്ട് ഇച്ചിരി കൂടുതലാണ്. ഇതാകുമ്പോൾ ഇമ്പോർട്ടഡ് ടൈപ്പിൽ നമുക്ക് ആ ഒരു നോയ്സ് വരില്ല എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് 60 രൂപ, മറ്റേതിന് 50 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ 60 ഇവിടെ കൂട്ടുന്നത്.
അതിലൊന്നും നമുക്ക് ക്വാളിറ്റി നോക്കേണ്ട, 10 രൂപയുടെ വ്യത്യാസമൊന്നും നമ്മൾ ക്വാളിറ്റി നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് 3286 രൂപയാണ് ആമ്പ് മാത്രം ചെയ്യുന്നതിന് നമുക്ക് ആകുന്ന റേറ്റ്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് കരോക്കെ ബോർഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ കോമ്പണൻസിൻ്റെ റേറ്റ്. ഇനി ക്യാബിൻ്റെ റേറ്റ് കിടക്കുകയാണ്. ക്യാബിൻ നിങ്ങൾക്ക് പല റേറ്റിന് കിട്ടും. 450 തൊട്ട് മുകളിലേക്ക് നമുക്കൊരു സ്റ്റീരിയോ ആമ്പിൻ്റെ ക്യാബിൻ നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുണ്ട്. ക്യാബിൻ്റെ റേറ്റ് കൂട്ടിയിട്ടില്ല. അപ്പോൾ ക്യാബിൻ്റെ റേറ്റ് നമുക്ക് കറക്റ്റ് റേറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തതിനകത്ത് 450ൻ്റെ ക്യാബിനായിരുന്നു. അതിൽ ഇതെല്ലാം കൂടി ഇരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കും. അതിൽ നമുക്കിതെല്ലാം കൂടി വെക്കാൻ പറ്റും. കുറച്ച് ടൈറ്റ് ആകുന്നേ ഉള്ളൂ. പക്ഷേ ഇച്ചിരി വലിപ്പമുള്ള ക്യാബിൻ ഇപ്പം 450 പറഞ്ഞാൽ നമുക്കൊരു 600 രൂപ ഈ ഒരു ക്യാബിൻ്റെ സെക്ഷനിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ആൻസറിനോട് നമ്മളൊരു 600 രൂപയുടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ 3886. ഇനി നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടും കുറച്ച് പൈസ വ്യത്യാസം വരും. ചിലയിടത്ത് നിങ്ങൾക്ക് 100 രൂപ അധികമാവും, അല്ലെങ്കിൽ 200 രൂപ അധികമാവും. അപ്പോൾ എല്ലാവരും ഞാൻ റൗണ്ട് ചെയ്തൊരു 4000 റുപ്പീസിന് നിങ്ങൾക്ക് അടിപൊളി അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മൾ പറഞ്ഞത് ബഡ്ജറ്റ് നമ്മൾ കൂട്ടാനുള്ള ചില കാര്യങ്ങളുണ്ട്. വയർ നമ്മൾ കൂട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു 2 മീറ്റർ സീൽഡ് വയർ വരും. അപ്പോൾ നമ്മൾ സീൽഡ് വയറിന് 1 മീറ്ററിന് 30 രൂപയാണ്. അപ്പോൾ 1 മീറ്റർ മതിയാവും. ഓക്കെ, 1 മീറ്റർ നമ്മൾ കൂട്ടാം, കഷ്ടിച്ച് 1 മീറ്റർ. പിന്നെ റിബൺ വയർ റിബൺ വയർ എവിടെയാണ് നമുക്ക് അധികം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വോളിയം കൺട്രോളിൻ്റെ ഇത് പിടിപ്പിക്കുന്ന സമയത്താണ്. അപ്പം ഇത് നമ്മുടെ ഈ വോളിയം കൺട്രോളുകളെല്ലാം നമ്മൾ ഈ നമ്മുടെ ബോർഡിലേക്ക് തന്നെ പിടിപ്പിച്ചാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ആ ഒരു വയർ നമുക്ക് കുറയ്ക്കാൻ പറ്റും. വയറിങ് നമുക്ക് അത്രയും കുറയ്ക്കാൻ പറ്റും. അതല്ല, നിങ്ങളുടെ ക്യാബിനിൽ അങ്ങനെ ഒരു പ്ലേസ്മെൻറ്റ് ഇല്ല, ഫ്രണ്ട് പാനലിൽ ഇതേപോലത്തെ പ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വയറിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു 1/2 മീറ്റർ റിബൺ വയർ എടുക്കേണ്ടി വരും. അതിനൊരു 30 രൂപ കൂടി നമുക്ക് അധികം ആവുന്നുണ്ട്. അപ്പം USB മൊഡ്യൂളൊന്നുമില്ലാതെ, കരോക്കെ മിക്സർ ഒന്നുമില്ലാതെ നിങ്ങളൊരു നോർമൽ ആംപ്ലിഫയർ മാത്രം ചെയ്യുകയാണ്. അതിനകത്ത് ഡ്രൈവർ യൂണിറ്റിൽ, അതായത് നമ്മുടെ ഒരു പ്രീ സെക്ഷൻ ഇല്ലാതെ നിങ്ങളൊരു സ്പീക്കർ പ്രൊട്ടക്ഷനോട് കൂടി അത്യാവശ്യം പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ആമ്പിന് വരുന്ന റേറ്റ് ഒരു 4200 രൂപ. കാരണം ഞാൻ 200 കയറ്റി ഇടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും റേറ്റ് വ്യത്യാസം വരും എങ്ങനെയായാലും. ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു VU മീറ്റർ ഒഴിവാക്കുകയാണെങ്കിൽ 400 രൂപ വീണ്ടും കുറയും. അപ്പോൾ ഒരു 3900. എങ്ങനെയായാലും ഒരു 4200 കൂട്ടിക്കോ. 4200 രൂപയ്ക്ക് അത്യാവശ്യം പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റീരിയോ ആംപ്ലിഫയർ ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് നമ്മളൊരു മൊഡ്യൂൾ ആഡ് ചെയ്യുകയാണ്. മൊഡ്യൂൾ നമുക്ക് പല റേറ്റിൽ വരുന്നുണ്ട്. പണ്ടത്തെ ക്യാപ്സ്യൂൾ ഷേപ്പ് മൊഡ്യൂൾ ഞാൻ ജസ്റ്റ് കാണിക്കാം. ഈ ടൈപ്പ് ഇത് ഫസ്റ്റ് ഇറങ്ങിയ മോഡലാണ്. ഇത് അത്യാവശ്യം വലിയ ബോർഡാണ്. അപ്പോൾ ഇത് നോക്കണ്ട. അപ്പോൾ ഈ ഒരു ടൈപ്പ് മൊഡ്യൂൾ ഇപ്പോൾ നമുക്ക് 104 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് റേറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. 250, 290, 300, 350 നമുക്ക് സ്ക്വയർ ടൈപ്പ്. അതൊക്കെ ഇപ്പം ആരും യൂസ് ചെയ്യാറില്ല. ഇതിൻ്റെ കാലം കഴിഞ്ഞു. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ G-സ്റ്റാറിൻ്റെ ഒക്കെ പോലത്തെ ബിഗ് ഐസോട് കൂടി വരുന്ന നല്ല വലിയ അടിപൊളി മൊഡ്യൂളാണ്. ഇതും ഒരു പൊടിക്ക് പഴയതായി. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന മോഡൽ ആ ഡോട്ട് ഡിസ്പ്ലേ ഒക്കെ വരുന്ന, കുഞ്ഞ് ഡിസ്പ്ലേ വരുന്ന, ഫ്ലാഗ് ഫയലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, ഫോൾഡർ ബൈ ഫോൾഡർ കാണിക്കുന്ന കുറച്ച് ചെറുതായിട്ടുള്ള മൊഡ്യൂളാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ആ ഒരു ബാച്ച് വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് മൊഡ്യൂൾ വാങ്ങിയത്. ആ മൊഡ്യൂളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു മൊഡ്യൂളിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് റേറ്റ് എഴുതിയിട്ടില്ല, 790 ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു മൊഡ്യൂളിന് വരുന്ന റേറ്റ്. അപ്പം ആ റേറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടും. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടുകയാണെങ്കിൽ, ഈ ഒരു മൊഡ്യൂൾ കൂടി വെക്കുകയാണെങ്കിൽ 790, 4736. അപ്പം മറ്റു മൊഡ്യൂൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫോൾഡർ ബൈ ഫോൾഡർ സെലക്ട് ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂളാണെങ്കിൽ 1100 രൂപ സംതിങ് ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 5000 റുപ്പീസ് വരും. അപ്പോൾ 5000 റുപ്പീസിന് കംപ്ലീറ്റ് പ്രീ ആംപ്ലിഫയറോട് കൂടിയ നിങ്ങൾക്കൊരു ആംപ്ലിഫയർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതിലേക്ക് കരോക്കെ സെക്ഷൻ, ഒരു മിക്സിംഗ് ഉള്ള കരോക്കെ സെക്ഷൻ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സൽ, G-Tech ഇവരൊക്കെ ഇറക്കുന്ന മിക്സർ ബോർഡ് നമുക്ക്, ഇതിപ്പോൾ യൂണിവേഴ്സലിൻ്റെ ആണ്, പിന്നെ G-Techൻ്റെ ഇറങ്ങുന്നുണ്ട് മിക്സർ ബോർഡ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് 2 മൈക്ക്, എക്കോ, പിന്നെ മൈക്ക് വോളിയം, മ്യൂസിക് വോളിയം ഇത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു ബോർഡ് വരുന്നുണ്ട്. ഇതിന് 630 രൂപ, 620 ആ ഒരു റേഞ്ച് വരും. അതും കൂടി അതിലേക്ക് ആഡ് ചെയ്യപ്പെടും. അപ്പോൾ 5600 ആ ഒരു റേഞ്ച് വരും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോർമൽ ആംപ്ലിഫയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 4200, 4200 രൂപയ്ക്ക് നിങ്ങൾക്കൊരു പ്രീ ആംപ്ലിഫയർ ഒന്നും ഇല്ലാതെ, അതായത് USB ബ്ലൂടൂത്ത് ഒന്നും ഇല്ലാതെ ആംപ്ലിഫയർ ചെയ്തെടുക്കാം. അതല്ല
US മൊഡ്യൂൾ ആഡ് ചെയ്യുകയാണ്, ഈ ടൈപ്പ് ആഡ് ചെയ്യുകയാണെങ്കിൽ 4700 അല്ലെങ്കിൽ ഒരു 5 രൂപ. പിന്നെ കരോക്കെ സെക്ഷൻ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ 5600 5700 രൂപ വിത്തൗട്ട് സർവീസ് ചാർജ്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ റേറ്റാണ് പറഞ്ഞത്. സർവീസ് ചാർജ് സെപ്പറേറ്റ് ആണ്. അത് ആ ചെയ്യുന്ന ആളും ചെയ്യുന്നതിൻ്റെ ആ ഒരു കഷ്ടപ്പാടും ഇതെല്ലാം അതിനകത്ത് വരും. ഏത് ക്യാബിനിലാണ് ചെയ്യുന്നത് എല്ലാം ബന്ധപ്പെട്ടെടുക്കും. സർവീസ് ചാർജ് എനിക്ക് പറയാൻ പറ്റത്തില്ല, ഡിപ്പെൻസ് ആണ്. പിന്നെ ഈ പറഞ്ഞ റേറ്റുകളെല്ലാം ഞാൻ വാങ്ങിയ ഡേറ്റിലുള്ള റേറ്റാണ്. ഞാൻ വാങ്ങിയ ഷോപ്പിൽ ഞാൻ വാങ്ങിയ ഡേറ്റിലുള്ള റേറ്റാണ്. റേറ്റ് വ്യത്യാസം വരും. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടി, ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ തന്നെ ഒരു ഐഡിയ തരാൻ വേണ്ടി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൊരു വീഡിയോ പറയാനായിട്ട് അടിപൊളിയായിട്ട് സ്റ്റീരിയോ ആംപ്ലിഫയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ കോമ്പണൻസ് സെലക്ട് ചെയ്തെടുക്കുക. ഇത്രയൊക്കെയാണ് നമുക്കിതിനകത്ത് റേറ്റ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഒരു ആമ്പ് ചെയ്യാൻ, പല ടൈപ്പ് ആമ്പുകൾ ചെയ്യാൻ എന്തൊക്കെ വേണം, എന്തൊക്കെ കോമ്പണൻസ് വേണമെന്ന് പറയുന്ന വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.